മലയാള സിനിമയുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഐക്കോണിക് നായികയാണ് ഉർവശി. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയും മുമ്പ് തന്നെ അത്തരത്തിൽ താരപരിവേഷം നേടിയ താരം. ഉർവശിയെപ്പോലെ തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന മറ്റൊരു നായികയുണ്ടാവില്ല. തന്റെ പ്രതിഭ കൊണ്ട് ഇന്നും ഉർവശി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മാളൂട്ടിയുടെ ലൊക്കേഷനിൽ രസകരമായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉർവശി. ഒരു ചാനൽ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഉർവശി മനസ്സ് തുറന്നത്. സർവൈവർ ത്രില്ലറായിരുന്ന മാളൂട്ടിയിൽ ഉർവശിയും ജയറാമുമായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത്. രസകരമായ ചില അനുഭവങ്ങളാണ് ഉർവശി പങ്കുവയ്ക്കുന്നത്. ഉർവശി പറഞ്ഞതിങ്ങനെ: മാളൂട്ടിയിൽ അഭിനയിക്കുന്ന സമയം ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോൾ എല്ലാവരും ഇരുന്ന് TV കാണുകയാണ്. ഞാനും ജയറാമും ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ഈ സമയത്ത് TV-യിൽ ഒരു സീരിയൽ വന്നു. അതിന്റെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ഞാൻ അയ്യോ ഇതെന്താ, ഇതിലും ക്വാളിറ്റി പഴയ നാടകങ്ങൾക്ക് ഉണ്ടല്ലോ, ഇങ്ങനെയാണോ എടുക്കുന്നത് എന്ന് പറഞ്ഞു. ജയറാം എന്നെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. എന്താ ജയറാം എന്ന് ചോദിച്ചു. മിണ്ടാതിരിക്കൂ, കുറെ നേരമായില്ലേ കാണട്ടെ എന്ന് ജയറാം. ഞാൻ പറയുന്നതിന് നിങ്ങൾക്കെന്താണ്? എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന് ഞാനും. ഒത്തിരി കഴിഞ്ഞപ്പോൾ ജയറാം എഴുന്നേറ്റ് പോയി. എന്നിട്ട് ഷോട്ട് റെഡിയായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചെന്നതും തലയ്ക്കകത്ത് വല്ല വിവരമുണ്ടോ, തൊട്ടടുത്തിരുന്ന മനുഷ്യനാണ് അതിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞു. എത്ര നേരമായി ഓരോന്ന് പറയുന്നു. അത്തരം അബദ്ധങ്ങളൊക്കെ ആ പ്രായത്തിൽ പറ്റിയിട്ടുണ്ട്. ആ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ജയറാമും പാർവതിയും ഭയങ്കര പ്രണയമായിരുന്നു. പാർവതി ടേപ്പ് റെക്കോർഡിൽ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തുവിടും. ജയറാം അത് അവിടെ ഇരുന്ന് കേൾക്കും. അന്ന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരുപാട് അനുഭവങ്ങളൊക്കെയുള്ള സിനിമയായിരുന്നു മാളൂട്ടിയെന്നും ഉർവശി പറയുന്നു. വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രം അഭിനയിച്ച് കയ്യടി നേടിയ യോധയെക്കുറിച്ചുള്ള ഓർമ്മകളും ഉർവശി പങ്കുവയ്ക്കുന്നുണ്ട്. ആ ടീമിന്റെ ആദ്യ സിനിമയായിരുന്ന വ്യൂഹത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. രഘുവരൻ ആയിരുന്നു നായകൻ. നേപ്പാളിൽ ഷൂട്ടിങ്ങിന് വന്നതിൽ അത്ര ദൂരം അയക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഇവിടെയും ഒരുപാട് സിനിമകളുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ്. ലൊക്കേഷന്റെ അടുത്തൂടെ പോകുമ്പോൾ കയറി സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണെന്നും ഉർവശി പറയുന്നു. ഒരു ചെറിയ ക്യാരക്ടറുണ്ട്, അത് ചെയ്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയായിരുന്നു പടകാളിപ്പാട്ട് ചിത്രീകരിച്ചത്. ആ പാട്ടിന്റെ കുറെ ഷോട്ടുകൾ എടുത്തു. പിറ്റേന്ന് രാവിലെ അമ്പിളിയങ്ങളുമായൊരു സീനും എടുത്തു. ഞാൻ പോയി. പക്ഷേ ആ സീൻ അത്രയും ചർച്ചയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും താരം പറയുന്നുണ്ട്.